എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു കൂന്തൽ വെച്ചിട്ട് കുറേ ആയി ഫിഷ് ഐറ്റം ഒന്നും കിട്ടാത്ത, അപ്പോൾ ഇന്ന് കൂന്തൽ വെച്ചിട്ടൊരു തോരൻ. അത് നമ്മൾ പൊതുവേ ഉണ്ടാക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയല്ല ഉണ്ട്. ഇതൊരു വ്യത്യസ്ത രുചിയിൽ നമ്മൾ സാധാരണ ചക്കയും കായെല്ലാം പുഴുങ്ങുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണ്ടത് നോക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങയും 4 ചെറിയുള്ളി, പിന്നെ ഒരു 3 വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ്, ഇതുകൊണ്ടാണ് ഒന്നെടുത്തത്. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് അടന്നോട്ടെ. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ലോണം പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ്, ഇതിൽ കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്ത്. ചെറിയുള്ളി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1-2 കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഒരു 2 മിനിറ്റ് നല്ലോണം വഴറ്റുക. എന്നിട്ട് ഈ ഒന്ന് വാടി വന്നതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട്, കണ്ടോ, വെറും 2 മിനിറ്റ് മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോ. എന്നിട്ട് നമ്മൾ കഴുകിയെടുത്ത് വെച്ച കൂന്തൽ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് അതിങ്ങനെ ഒരു ഭാഗത്തിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയിപ്പം വെള്ളം ഇറങ്ങിയിട്ട് ഇതങ്ങ് വെന്തോളൂ. അപ്പോൾ ഇതൊന്ന് മൂടി വച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ്, 2 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് തന്നെ വെള്ളം എല്ലാം ഇറങ്ങി വരും. കണ്ടോളെ, ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ വെള്ളം വറ്റുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കണേ മുളക് മതിയോ എന്ന്. അപ്പോൾ ഞാൻ ഈ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുന്ന ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് എരിവ് കുറവായതുകൊണ്ട് 1 ടീസ്പൂണും കൂടി കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെഡ് കളറാണ് വേണമെങ്കിൽ മറ്റേ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അതെല്ലാം വെള്ളം ഒന്നൊരു വിധം വറ്റി വരുമ്പോൾ നമ്മൾ ഈ ഒതുക്കി വെച്ച ഈ ഇതും കൂടി ചേർത്തിട്ട് ഈ അരപ്പും ചേർത്ത് 1-2 കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി നല്ലോണം ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് കളറെല്ലാം മാറി വരും. നല്ല ഡാർക്ക് ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പിന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി കൂന്തൽ തോരൻ റെഡി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.